കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് ആളുകൾ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നതിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് കർത്താവ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ യേശു വഴി പോകുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വളരെ ആവേശത്തോടെ ആയിരുന്നു ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നത്. തിടുക്കമുള്ളവനായിട്ടാണ് നമുക്ക് അയാളെ കാണുവാൻ കഴിയുന്നത്. യേശുവിനെ എവിടെയും അനുഗമിക്കുവാനുള്ള സന്നദ്ധത താൻ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുരിശിൻ്റെ ഭാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര വലിയ നിശ്ചയമൊന്നുമില്ലാത്തതുകൊണ്ട് യേശു പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. എന്നുവെച്ചാൽ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുവാനോ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ പിൻപറ്റുവാനോ നിനക്ക് മനസ്സുണ്ടോ, നീ അതിന് തയ്യാറാണോ എന്നാണ് യേശു ചോദിക്കുന്നത്. യേശു പറയുന്നു, എന്നേക്കാൾ കൂടുതൽ സുഖങ്ങൾ സൗകര്യങ്ങൾ അനുഭവിക്കുന്നത് കുറുനരികളാണ്. അവയ്ക്ക് പാർക്കുവാനായിട്ട് കുഴിയും പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാനിടമില്ല. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവാക്കിയ തൻ്റെ വാക്കിനാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉളവായത്. എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ യേശുവിന് തലചായ്പാൻ ഇടമില്ല എന്നാണ് പറയുക. ഈ വ്യക്തിയെക്കുറിച്ച് പിന്നീട് നമുക്ക് തിരുവെഴുത്തിൽ അധികമായിട്ടൊന്നും കാണുവാൻ കഴിയുന്നില്ല. 59-ാമത്തെ വചനത്തിൽ യേശു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവനവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുവാൻ പറയുക. രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തിയെപ്പോലെ അത്ര ആവേശമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. യേശുവിനെ അനുഗമിക്കുന്നതിന് അയാൾ ചില വ്യവസ്ഥകൾ യേശുവിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. തന്നെ അനുഗമിക്കുവാൻ യേശു വിളിച്ചപ്പോൾ യേശുവിനോട് ആ മനുഷ്യൻ പറയുന്ന, കർത്താവെ, ആദ്യം എൻ്റെ അപ്പനെ സംസ്കരിക്കുവാൻ എന്നെ അനുവദിക്കണം. മാതാപിതാക്കളോട് ആദരവ് പ്രകടിപ്പിക്കണം, അത് മക്കളുടെ അവകാശമാണ്. യേശുവിനോടുള്ള പ്രഥമ സ്ഥാനം ത്യജിക്കുന്ന മനുഷ്യജീവിതം, യേശുവിനേക്കാൾ പ്രാധാന്യം മനുഷ്യബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തികൾ, അവരൊക്കെ യേശുവിനെ അനുഗമിക്കുവന്നതിൽ ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്നവരാണ്. കർത്താവിനോട് പറയുകയാണ്, എൻ്റേത് ആദ്യം എൻ്റെ പിതാവിൻ്റെ, എൻ്റെ കാര്യം അത് വാസ്തവത്തിൽ അസാധ്യമാണ്. ക്രിസ്തു നമ്മുടെ കർത്താവാകണം എങ്കിൽ ആദ്യം യേശു മുന്നിൽ വരണം. ഞാൻ ആണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതെങ്കിൽ, ഞാനെന്ന ഭാവം ആണ് എന്നിൽ മുഴച്ചു നിൽക്കുന്നതെങ്കിൽ, ക്രിസ്തുവിന് നമ്മിൽ എങ്ങനെ കർത്തൃത്വം നടത്തുവാനായിട്ട് കഴിയും എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. മരിച്ചവർ പോയി മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഇത് ഭൗതിക സൗകര്യങ്ങൾ വിഘാതമാണെന്ന് ഒന്നാമത്തെ വ്യക്തി നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അതും സാധ്യമല്ല, അതും ശിഷ്യത്വത്തിൻ്റെ തടസ്സമാണ് എന്നാണല്ലോ യേശു ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നാം ശരിയാവണ്ണം വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം
ഒന്നാമത്തെ വാക്യത്തിൽ മറ്റൊരുത്തൻ കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ യോഗ്യനല്ല എന്ന് പറയുകയാണ്. ഈ വ്യക്തി താനും തൻ്റെ സ്വകാര്യതയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ലോകകാര്യങ്ങളിൽ കൂടുതൽ തൽപരനാണ് ഈ വ്യക്തി. അയാളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ചിട്ട് യേശുവിനെ പിൻപറ്റിക്കൊള്ളാം എന്നാണ് ഈ മനുഷ്യനും ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കാത്ത വ്യക്തികളെയാണ്. യേശുവിന് കർത്താവായി ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ മനസ്സുള്ളവരെയാണ്. നാം അതിന് തയ്യാറാണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ധാരാളമായ കൃപ ദൈവം നൽകട്ടെ. സ്വർഗീയപിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ ഈ ലോകത്തിൽ വന്നു, ഞങ്ങളെ തേടി വന്നു, തൻ്റെ ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ചു. യേശുവിന് വേണ്ടി ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ, യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.